കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വൈകാൻ സാധ്യത. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം മതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നാണ് എ ഗ്രൂപ്പ് നേതൃത്വങ്ങളുടെ നിലപാട്. പി.ജെ. ജോസഫ് അനുനയ നീക്കത്തിന് വഴങ്ങാത്തതിനാൽ യു.ഡി.എഫ് സീറ്റ് വിഭജനം പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും ശക്തമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഫെബ്രുവരി 20 മുമ്പ് നൽകാനായിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശം. ഈ മാസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് KPCC അധ്യക്ഷനും അവകാശപ്പെട്ടിരുന്നു. എന്നാൽ തിടുക്കപ്പെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് എ ഗ്രൂപ്പുകളുടെ മുതിർന്ന നേതാക്കളുടെ നിലപാട്. വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. UDF കൺവീനർ ബെന്നി ബെഹനാന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ കേരള ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനെ നേതാക്കൾ ഈ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക വൈകിക്കാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് നേതാക്കൾ പറയുന്നത്. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് എതിർമുന്നണികൾ കൂടുതൽ യോഗ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വഴിയൊരുക്കും. തിരഞ്ഞെടുപ്പ് ചെലവ് കൂടുമെന്നതും വിമത നീക്കങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്നതുമാണ് മറ്റ് പ്രശ്നങ്ങൾ. ഒരു ദിവസത്തെ ചർച്ച കൊണ്ട് മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയാകുമെന്ന് നേരത്തെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ചർച്ച നാളെ തുടങ്ങിവെക്കുമെന്നാണ്. ലീഗ് കോൺഗ്രസ് നേതൃത്വങ്ങൾ നടത്തിയ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാൻ P.J. ജോസഫ് തയ്യാറാവാത്തതാണ് സീറ്റ് വിഭജന തർക്കത്തിൽ UDF-ന് മുന്നിലെ പ്രധാന കീറാമുട്ടി. പൊളിറ്റിക്കൽ ബ്യൂറോ, News 18.